ഫ്രണ്ട്സ്, എല്ലാവർക്കും മേഴ്സീസ് കിച്ചൺ നെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നാടൻ സ്റ്റൈലിൽ ഒരു മീൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. മീൻ കറിക്ക് ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ പുള്ളിമോതയാണ്. 1/4 ടേബിൾ സ്പൂൺ കടുക്, 1 നുള്ളു ഉലുവ, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കൊടംപുളി 3 എണ്ണം വെള്ളം ഒഴിച്ച് അതിനകത്ത് ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണിത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 8 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, 4 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് ഉപ്പോ എരിവോ പുളിയോ ഒക്കെ കൂടുതലോ കുറവോ വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി ഒരു പാത്രത്തിലേക്ക് ഈ കാശ്മീരി മുളക് പൊടിയും ഈ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് വെക്കണം. നമ്മുടെ മീനുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ മീൻ ചട്ടി അടുപ്പിൽ വെച്ച് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കണം. മീൻകറി വയ്ക്കാൻ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് മീൻകറിക്ക് യൂസ് ചെയ്യുന്നത്. നമ്മളൊരു പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക, അത് കടുക് വറുക്കാൻ വേണ്ടിയുള്ള. എണ്ണ ചൂടായതിലേക്ക് നമ്മൾ കടുകും ഉലുവയും ഇട്ടു. അത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി അരിഞ്ഞത്, കറിവേപ്പില എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റണം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി എല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് കോരി മാറ്റി വെക്കണം. ബാക്കിയുള്ള എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ ആദ്യം കുഴച്ച് വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി കുഴച്ച് വെച്ചിട്ടില്ലേ, അതെല്ലാം കൂടെ നമ്മുടെ എണ്ണയ്ക്കകത്തേക്ക് ഇട്ടിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നന്നായിട്ട് വഴറ്റണം. കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കുഴച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ എണ്ണയ്ക്കകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ കളർ ആവുന്നോടം വരെ, എണ്ണ തെളിഞ്ഞു വരുന്നോടം വരെ ഇത് വഴറ്റണം. ഇപ്പം നമ്മുടെ മുളക് നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴും തീ കൂട്ടി തന്നെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കരുത്. ഇടയ്ക്കൊന്ന് തീ കുറച്ചിട്ടും ഇളക്കി എടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി കഴുകി അതിനകത്ത് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ അരപ്പിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് തീ കൂട്ടിയിട്ടിട്ട് ഇതിനകത്തേക്ക് ഈ മീൻ വേകാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതിനൊരു കപ്പ് വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇപ്പം നമ്മുടെ മീനിൻ്റെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പും പുളിയൊക്കെ ഈ സമയത്ത് നമ്മൾ നോക്കണം. ഇപ്പം ഞാൻ ഇട്ട് എല്ലാം തന്നെ ഉപ്പുകൊണ്ട് നന്നായിട്ട്, പുളി പാകത്തിനുണ്ട്, ഉപ്പ് പാകത്തിനുണ്ട്, എല്ലാം ഓക്കെയാണ്. ഈ തിളച്ചുകൊണ്ടിരിക്കുന്നതിനകത്തേക്ക് ഇനി നമ്മൾ മീൻ കഷ്ണം പറക്കിയിടും.
ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് തീ കുറച്ചിടാം. ഇനി നമുക്ക് നമ്മുടെ മീൻകറി റെഡി ആയോ എന്ന് നോക്കാം. മൂടി മാറ്റി നല്ല തിളച്ച് നല്ല മീൻകറി നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി നേരം തീ കൂട്ടിയിട്ട് ഒന്ന് ആ കടപ്പയിൽ നിന്ന് വീണ വെള്ളമൊക്കെ ഒന്ന് പറ്റിക്കോട്ടെ. ആ സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആദ്യം നമ്മൾ വഴറ്റിക്കോരി വെച്ചേക്കുന്ന നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയേക്കാം. മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.